ഹായ് കൂട്ടുകാരെ, എല്ലാവരും ക്രിസ്മസൊക്കെ ആയിട്ട് ഓരോ വെറൈറ്റികൾ ബീഫിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ ഓരോ വെറൈറ്റികൾ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ കാണില്ലേ. അപ്പോൾ ഞങ്ങൾക്കും എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കാനൊരു ആഗ്രഹം. അപ്പോൾ ഞങ്ങളുടെ വെറൈറ്റിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇതാണോ നിൻ്റെ സ്പെഷ്യൽ എന്നൊന്നും ചോദിക്കരുതാരും. ഇതാണ് എൻ്റെ സ്പെഷ്യൽ, ഇതെൻ്റെ മാത്രം വെറൈറ്റി. അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ വേറെ ആർക്കും തരില്ല. അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. പറഞ്ഞു വലിച്ച് നീട്ടണില്ല, അത് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്ക്. ഓക്കെ, ഇതെന്താണെന്നറിയോ? ഇത് ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ട് ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇളം ചൂടുവെള്ളത്തിലിട്ടത്. അത് പൊങ്ങി വന്നു. ഇനി പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ആ പച്ചരിയുടെ കൂട്ടത്തിൽ ഇതും കൂട്ടിയിട്ട് അരയ്ക്കും അപ്പത്തിന് കേട്ടോ. നാളത്തേക്കുള്ള അപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് പോകാം നമുക്ക് കേട്ടോ. ഇത് കണ്ടോ, ഇഞ്ചി, പച്ചമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി ഇവയെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പയ്യെ കറക്കി എടുത്തേക്കണതാണ് കേട്ടോ. ഇത് വാളംപുളി എടുത്ത് വെച്ചേക്കണതാണ്. ഈ വാളംപുളിക്കകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഇതിനെ ഞെരടി കൊടുക്കണം. നല്ലപോലെ ആക്കി കൊടുക്കണം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇത് ഇളക്കണം. നല്ലപോലെ മൊരിച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് അധികം ഉപ്പ് വേണം. ഇത് ആവശ്യമുള്ള ഉപ്പ് തന്നെ ഇട്ടേക്കണത് കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചല്ല, എരിവിനനുസരിച്ചിട്ട് കൊടുക്കുക. എനിക്ക് എരിവ് വേണം, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മുളക് പൊടി ഇടും. ഇത് അച്ചാർ പൊടിയിട്ടാണ്. ഇനി നമ്മുടെ പുളി ഇനത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകാം കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. ഇനി അപ്പം തേക്കണ്ട, കാണാൻ പറ്റണ്ട, ചൂടാ കണ്ട. ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലെ ഇങ്ങനത്തെ ഒരു സാധനമാണ്. അടിപൊളിയാ. നല്ല പുളിന്ന് നല്ല പുളിയും ഉപ്പും ഒക്കെ ഉണ്ട്. ചെടുമെന്റിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കഴിക്കാം. കപ്പ, ചേന, കാച്ചിൽ, ചേമ്പ് ഇതിൻ്റെ ഒപ്പൊക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനം. കുറച്ചുണ്ടെങ്കിൽ കുറേ ചോദിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.